ചേട്ടാ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ജനശ്രദ്ധ നേടിയ ഒരു കാര്യമായിരുന്നു കുംഭമേള. ഏതൊരു ചാനലാണ് അതെടുത്ത് കാണിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട് നമ്മൾ ഇത്രയധികം ഭരണത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. എന്തോ എങ്ങനെ എങ്കിൽ എന്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? ജനം അമൃത എന്ന ചാനൽ ഒഴികെ മറ്റുള്ള ഒരു ചാനലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര ജനപ്രതികൾ പങ്കെടുത്തിട്ടുണ്ട്? എത്ര പേര് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ഈ കുംഭമേള എന്നുള്ളത് കേരളത്തില് വരേണ്ട ഒരു കാര്യമാണോ? അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുവന്നു പറ. 25 ലക്ഷം ആൾക്കാരോടെ വന്നു പോയി എന്ന് പറയുമ്പോൾ പക്ഷേ ഈ ഒരു കേരളത്തിൽ എത്ര പേരുണ്ടാകാം? ഓൾമോസ്റ്റ് എല്ലാവരും വന്നു പോയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം അറിയേണ്ട കാര്യമല്ലേ ഏത് ഈ കുംഭമേള? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുംഭമേള എന്നുള്ളതിനൊരു ഐതിഹ്യം ഉണ്ടല്ലോ. അതെ, അത് നമ്മൾ ഉത്തരേന്ത്യയിലല്ലേ അത് ശരിക്കും നടക്കേണ്ടത്? നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമുക്ക് കൾച്ചർ, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്രയും നാളില്ലാതെ കുംഭമേള എന്നുള്ളതിനെ കുറിച്ച് എന്താണ് പെട്ടെന്ന് ഒരു അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വന്നാലല്ലേ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ആ സംസ്കാരം, അതല്ലെങ്കിൽ ആ രീതിയിൽ അവിടെ ചെയ്യുന്ന ആൾക്കാരുടെ വേഷവിധാനങ്ങളും അവരുടെ ആചാരങ്ങളും നമുക്ക് മനസ്സിലായില്ലേ? അതൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ ഉത്തരേന്ത്യയിൽ പോവോ ആരെങ്കിലും? അതില്ല. പിന്നെന്താ സംശയം? ഒറ്റടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലേ തള്ള. പക്ഷേ ഇത്രയും കാലം ഇല്ലാത്ത ഒരു കൾച്ചർ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് മറ്റു പാർട്ടിക്കാരും ഒന്നും കൊടുത്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ആ ഒരു കൾച്ചർ പുതുതായിട്ട് വരണ്ട എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? അതിപ്പോ ഞാനടക്കം പോയിട്ടുണ്ട്. കാരണം അറിയാനുള്ള കാര്യമല്ല. ഈ ആരതി, നിള ആരതി എന്ന് പറയുന്നത് വേറെ ഏത് ഈ പറയുന്ന ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ടെലിവിഷനിലോ അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ കാണിച്ചു തരാനോ നോക്കിയിട്ടുണ്ടോ? കുട്ടിക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ചാ അതിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. കുട്ടി ധൈര്യമായിട്ട് പേര് പറയണം. പറയട്ടെ. നാണിക്കണ്ട് പറയൂ, സില്ലികളാണേ. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ പറയുന്നത് എന്നല്ല പുറം ലോകം അറിയുന്നില്ല, ടിവിയിൽ വരുന്നില്ല. സാറേ, ഇതിന്റെ സ്ഥിരം നാടക. പോലീസ് പിടിച്ച അല്ലെങ്കിൽ എവിടെയെങ്കിലും വാല് പറഞ്ഞ അപ്പ പറയും മറ്റേ ചാനലിന്റെ കൊണാണ്ടറാന്ന്. അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിൽ വരുന്നില്ല, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരാളില്ല, ഒരു കാര്യങ്ങളും വരുന്നില്ല. പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളല്ലേ പുറത്തേക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. 25 ലക്ഷം പേര് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അല്ല, ഒരിക്കലും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അതിനെങ്ങനെ പറയുന്നു? കേരളത്തിലെ ജനങ്ങൾ ഏതിനെയും കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു മൈൻഡ്. അതിന് വോട്ട് ചെയ്ത അതിന് വോട്ട് ചെയ്ത ആൾക്കാര് എന്തുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കുകയോ അതല്ലെങ്കിൽ അവിടെ വന്ന് ഈ കാര്യങ്ങൾ വീക്ഷിക്കുകയോ അതല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ എത്തിക്കുകയോ ചെയ്യുന്നില്ല? വോട്ട് മാത്രം മതിയോ നിങ്ങൾക്ക്? പിന്നെന്തുകൊണ്ട്? നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം.